ഒന്ന്, എനിക്ക് എംടെക് ഇല്ല. ഞാൻ എംടെക്കിന് പോയിരുന്നില്ല. ഞാൻ ബിടെക് കഴിഞ്ഞിട്ട്, അന്ന് ബിടെക് ഇല്ല, BSc എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ ഡിഗ്രി. അത് BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ 13 വർഷത്തോളം വർക്ക് ചെയ്തു. 6 വർഷം പ്രൈവറ്റ് വർക്ക് ചെയ്തു, പിന്നെ 5 വർഷത്തോളം ISR വർക്ക് ചെയ്തു. അപ്പോൾ എംടെക് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് R&D വർക്ക് ചെയ്തുകൊണ്ടാണ് എംടെക് ഇല്ലാതെ എംടെക് വേവ് ചെയ്ത് എനിക്ക് PhDക്ക് പോകാൻ പറ്റിയത്. മറ്റുള്ള എംടെക് കഴിഞ്ഞ് വരുന്ന കുട്ടിക്കും എനിക്കും നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സെമസ്റ്ററിൽ തന്നെ 44 ക്രെഡിറ്റ് എടുക്കണം. അതെ. എംടെക് കഴിഞ്ഞ ഒരാൾക്ക് 12 ക്രെഡിറ്റ് മതി. അത് ശരി, അത്ര വ്യത്യാസമുണ്ട്. 44 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 5 സബ്ജക്റ്റ്, ഒരു മിനി പ്രോജക്റ്റ്, ഒരു സെമിനാർ. 5 സബ്ജക്റ്റ് 5 മണിക്കൂർ ഡെയിലി ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ടാണ് മിനി പ്രോജക്റ്റിൻ്റെ വർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെയാണ് ഞാൻ സെമിനാറും കൊടുക്കേണ്ടത്. അത് ശരി. അപ്പോൾ പുതിയ അറിവാണ്. എംടെക് ഇല്ലെങ്കിൽ 44. അതെ. അപ്പോൾ അതിപ്പം ഇപ്പോഴത്തെ എനിക്ക് അറിയാം, അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷേ അന്ന് ഒരു നിമിഷം പോലും നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. IIT ക്യാമ്പസിന് വെളിയിൽ ഞാൻ പോയിട്ടില്ല 6 മാസം. ശരി. അതെ. രാവിലെ 9 മണിക്ക് കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ രാത്രി 10-11 മണിക്കാണ് തിരിച്ചു എത്തുക.